വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും നിരവധി നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ വളരെ വലിയൊരു അബദ്ധം കാണിച്ചിരിക്കുകയാണ്. എന്തെന്നാൽ ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങിയിരിക്കുന്നു. ഈ ഒരു ഷിംല കരാർ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടായത് ഈ യുദ്ധത്തിന് ശേഷമാണ്. ഈ യുദ്ധത്തിന് ശേഷം 1972 ഷിംല കരാർ നിലവിൽ വന്നിരുന്നത്. ഈ കരാറിൽ നിന്നാണ് പാകിസ്ഥാൻ പിന്മാറിയിരിക്കുന്നത്. പാകിസ്ഥാൻ കാണിച്ചിരിക്കുന്ന ഈ അബദ്ധത്തിന് ആ രാജ്യം വളരെ വലിയ വില നൽകേണ്ടി വരും. ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നിരവധി പല വിധത്തിലുള്ള നടപടികളാണ് പാകിസ്ഥാൻ മേൽ ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ വളരെയധികം വില നൽകേണ്ടി വരുന്നത് അല്ലെങ്കിൽ സഹിക്കേണ്ടി വരിക പാകിസ്ഥാൻ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരിക്കുന്നു. അതുപോലെ പാക് പൗരന്മാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ തുടങ്ങി വെച്ചിരിക്കുന്നത്. സൈനിക വിന്യാസവും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാവികസേന ഉൾപ്പെടെ നമ്മുടെ അറബിക്കടലിൽ കറാച്ചി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ നയതന്ത്ര തലത്തിലുള്ള പ്രഷർ വളരെയധികമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നു. പഹൽഗാം ഭീകരവാദ ആക്രമണത്തിന് ഈ ഉത്തരവാദികളായവരെ വേണ്ട രീതിയിൽ തന്നെ ശിക്ഷിക്കണമെന്ന്, അവർക്കെതിരെ നടപടികൾ എടുക്കണമെന്ന ആവശ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ശക്തമായി ഉയർന്നു വരുന്നത്. ഇപ്പോൾ തന്നെ POKയിൽ പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ വെള്ളപ്പൊക്കമാണ്. അവിടെ എമർജൻസിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാന് നേരിടേണ്ടി വരുന്നത് വളരെ വലിയ തിരിച്ചടികളാണ്. ഇപ്പോൾ പാക് സൈന്യം ബലൂചിസ്ഥാനിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാം POKയിൽ വന്ന് നിലയുറപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു നടപടിക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ പാക് സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടക്കുന്നു, ബ്ലാസ്റ്റുകൾ നടക്കുന്നു. അതുപോലെ പാക് അഫ്ഗാൻ ബോർഡറിലും പസ്തൂനികൾ പറയുന്നത് എന്തെന്നാൽ പാക് സൈന്യത്തെ ആവശ്യമില്ല, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. ഇപ്പോൾ വളരെ സുവർണ അവസരമാണ് BLAക്ക് ലഭിച്ചിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ വളരെയധികം ആക്റ്റീവായിക്കൊണ്ട് പാകിസ്ഥാൻ ആർമിക്കെതിരെ പ്രവർത്തിക്കുന്നു, ആക്രമിക്കുന്നു. ഈ ഒരു സുവർണ അവസരമായി കൊണ്ട് തന്നെ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിലാണ് അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റ് രാജ്യങ്ങളെല്ലാം കൈവിട്ട അവസ്ഥയിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഏതറ്റം വരെ ചൈന പാകിസ്ഥാനെ സഹായിക്കും എന്ന് നാം കാണേണ്ടതുണ്ട്. കാരണം ലോകരാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് എതിരാണ്. കൂടാതെ ചൈന ഒരിക്കലും മുസ്ലിം ഭീകരവാദത്തെ വെച്ച് പൊറുപ്പിക്കുകയില്ല. ചൈന എന്ന രാജ്യത്ത് ഒരു തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഇടം കൊടുക്കാതെ തന്നെ ഒരു മതത്തെ തന്നെ അടിച്ചമർത്തിയിരിക്കുകയാണ് ചൈന. ഒരിക്കലും ചൈനയിൽ ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ചൈനയിൽ സാധ്യമല്ല. എല്ലാത്തര പ്രവർത്തനങ്ങളും അവർ ബാൻ ചെയ്തിരിക്കുന്നു. അതിനാൽ അങ്ങനെ ഒരു ഭീകരവാദ ആക്രമണം നടത്തിയിട്ടുള്ള പാകിസ്ഥാനെ എത്രത്തോളം ചൈന സഹായിക്കുമെന്നും നാം കണ്ടറിയണം. കാരണം ചൈനയിൽ ആ ഒരു മതത്തെ തന്നെ നിരോധിച്ചിരിക്കുന്നു. അവർക്ക് അവരുടെ യാതൊരുവിധ മതപ്രവർത്തനങ്ങളോ തീവ്രവാദ പ്രവർത്തനങ്ങളോ നടത്താൻ സാധിക്കുകയില്ല. മതപ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട് പിടിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളും ആരംഭിക്കും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ചൈന ആ മതത്തെ തന്നെ നിരോധിച്ചിരിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളെ നിരോധിച്ചിരിക്കുന്നതും. അങ്ങനെയുള്ള ചൈന ഇപ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാനെ സഹായിക്കുക? മറ്റ് എല്ലാ ലോകരാജ്യങ്ങളും പാകിസ്ഥാനെതിരായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദത്തിനെതിരായി നിൽക്കുമ്പോൾ ഏത് വിധത്തിലുള്ള സഹായമായിരിക്കും ചൈനയിൽ നിന്ന് ലഭിക്കുക എന്ന് നാം കണ്ടു തന്നെ അറിയണം. കൂടാതെ ഇന്ത്യയുടെ ഒരു പ്രഷർ, ഇൻ്റർനാഷണൽ പ്രഷർ ചൈനയ്ക്ക് മേലും വരും. കാരണം ഇപ്പോൾ ചൈനയോട് മുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് പോരാടുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. ആ ഒരു പേടിയും ഭീഷണിയും ചൈനയ്ക്ക് എപ്പോഴുമുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളെ കൂടി താങ്ങുക എന്നതും ചൈനയ്ക്ക് സാധ്യമല്ല. കാരണം ഈ ഒരു ഭീകരാക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രകോപനം ചൈന നേരിടുക എന്ന് വന്നാലും അത് ചൈനയെ തന്നെയായിരിക്കും ദോഷമായി ബാധിക്കുക. ഇപ്പോൾ തന്നെ വ്യാപാര രംഗത്ത്, സാമ്പത്തിക രംഗത്ത് വളരെ വലിയൊരു യുദ്ധം തന്നെയാണ് ചൈനയും മറ്റ് രാജ്യങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഷിംല കരാറിൽ നിന്നാണ് പാകിസ്ഥാൻ പിന്മാറിയിരിക്കുന്നത്. എന്താണ് ഷിംല കരാർ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ഈ കരാർ പ്രകാരമാണ് LOC പോലും നിലനിൽക്കുന്നത് എന്ന വസ്തുത പാകിസ്ഥാൻ ഇപ്പോൾ മറന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ.
യഥാർത്ഥത്തിൽ. ഇത് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നതും പാകിസ്ഥാനെ തന്നെയാണ്. POK ഈ ഒരു ഷിംല കരാർ പ്രകാരമാണ് നിലനിൽക്കുന്നത്. POKയിലെ LOC ലൈൻ ഓഫ് കൺട്രോൾ നിലനിൽക്കുന്നതും ഈ ഒരു കരാറിനെ ബേസ് ചെയ്ത് തന്നെയായിരുന്നു. ഈ ഒരു LOC എഗ്രിമെന്റും 2003 തുടർന്ന് 2021 പുതുക്കുകയുണ്ടായി. ഈ ഒരു LOC എഗ്രിമെന്റ് നിലവിൽ വരാൻ കാരണം തന്നെ ഷിംല കരാറായിരുന്നു. ഷിംല കരാറിൽ പ്രധാനമായും പറയുന്നത് എന്തെന്നാൽ ഏതു തരം പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായാലും ഒരു ഉഭയകക്ഷി മീറ്റിങ്ങിലൂടെ മാത്രമേ അത് പരിഹരിക്കുകയുള്ളൂ. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയോ പരിഹരിക്കുകയോ ചെയ്യുകയില്ല എന്നതാണ് ഈ ഒരു കരാറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ കാശ്മീർ വിഷയവും ഉൾപ്പെടും. കാശ്മീരിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാകട്ടെ ഇരു രാജ്യങ്ങളും ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തന്നെ തീർക്കണം, തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഷിംല കരാറിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ സീസ് ഫയർ, LOCയിലെ സീസ് ഫയർ തന്നെയാണ്. ഈ ഒരു പാകിസ്ഥാൻ ഷിംല കരാറിൽ നിന്ന് പിന്മാറി എന്നതിനർത്ഥം LOC എന്നൊരു കൺസെപ്റ്റ് തന്നെ അവിടെ ഇല്ല എന്നും, രണ്ടാമത്തത് സീസ് ഫയർ നമുക്ക് ആരംഭിക്കാം, പാകിസ്ഥാൻ ആരംഭിക്കാം. കാരണം LOC മേഖലയിൽ അങ്ങനെ ഒരു സീസ് ഫയർ എന്നൊരു സംഗതി ഇപ്പോൾ നിലവിലില്ല. ഏത് രാജ്യത്തിന് വേണമെങ്കിലും അങ്ങോട്ടും ആക്രമിക്കാം, ഇങ്ങോട്ടും ആക്രമിക്കാം. അതായത് പാകിസ്ഥാൻ തന്നെയാണ് ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ ആക്രമിക്കും, പാകിസ്ഥാൻ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ശക്തമായ ഒരു ആക്രമണം ഇപ്പോൾ അതിർത്തിയിൽ നടത്തും. അതിന് വേണ്ട രീതിയിൽ തിരിച്ചടി നൽകാനും ഇന്ത്യക്ക് സാധിക്കും. LOC എന്ന കൺസെപ്റ്റ് നിലവിലില്ല എങ്കിൽ ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ POK ജമ്മു കാശ്മീരിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇന്ത്യയുടെ തന്നെയാണ്. പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗങ്ങൾ ഏകപക്ഷീയമായി ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങിയ സ്ഥിതിക്ക് ഇപ്പോൾ അവസ്ഥ എന്തെന്നാൽ പാകിസ്ഥാൻ ഇന്ത്യൻ ഭൂപ്രദേശം കയ്യേറിയിരിക്കുന്നു എന്ന് വേണം നാം കണക്കാക്കാൻ. ആ ഒരു പ്രദേശത്ത് നിന്ന് അവരെ ഒഴിപ്പിക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായും സാധിക്കും. കാരണം എന്തെന്നാൽ LOC എന്ന കൺസെപ്റ്റ് നിലവിലില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് നടക്കുന്ന എല്ലാത്തരം ഭീകരവാദ ആക്രമണത്തെയും അത് പാക് അധിനിവേശ കാശ്മീരിലാണെങ്കിൽ പോലും നമുക്കത് തീർക്കാൻ സാധിക്കും. ആ ഏരിയയിൽ നമുക്കൊരു ആയുധ പ്രയോഗം, സൈനിക നടപടി സ്വീകരിക്കാൻ അനായാസേന സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ ഇട്ട ചൂണ്ടയിൽ തീർച്ചയായും പാകിസ്ഥാൻ കൊത്തി എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. 1960 സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറി. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. ഈ ഒരു കരാറിൽ നിന്ന് പിൻവാങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ദോഷം ഇനി അനുഭവിക്കേണ്ടി വരിക പാകിസ്ഥാൻ തന്നെയായിരിക്കും. കാരണം എന്തെന്നാൽ LOC എഗ്രിമെൻറ്റിൽ നിന്ന് ഇന്ത്യ പിന്മാറി കഴിഞ്ഞു. കാരണം ഈ ഒരു ഷിംല കരാർ ഇല്ല എങ്കിൽ LOC എന്ന കൺസെപ്റ്റ് ഇല്ല, LOC എഗ്രിമെൻറ്റും നിലവിലില്ല. ഈ ഒരു ഷിംല കരാർ നിലവിലില്ലാത്ത സ്ഥിതിക്ക്, പാകിസ്ഥാൻ പിൻവാങ്ങിയ സ്ഥിതിക്ക് ഈ ഒരു ഏരിയയിൽ യാതൊരുവിധ സൈനിക നടപടികൾക്കും ഇന്ത്യ അമാന്തിക്കേണ്ടതില്ല. തീർച്ചയായും POKയിൽ കടന്നു ചെന്ന് അവിടെ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനുള്ള എല്ലാവിധ റൈറ്റും ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. അവർ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ കഴിഞ്ഞ ന്യൂസ് അപ്ഡേറ്റ് അനുസരിച്ച് ഇന്ത്യയോട് ഒരു സ്റ്റോപ്പ് ചെയ്യണം, അതായത് യാതൊരുവിധ സൈനിക നടപടികളും ആരംഭിക്കരുത് പാകിസ്ഥാനെതിരെ. പാകിസ്ഥാനിലെ ലഷ്കർ തോയ്ബ അടക്കമുള്ള തീവ്രവാദ സംഘടനകളെ പാകിസ്ഥാൻ തന്നെ നിയന്ത്രിച്ചോളാം എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ലേറ്റ് നൈറ്റിൽ വന്ന ന്യൂസായിരുന്നു ഇത്. പാകിസ്ഥാൻ തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പലവിധ ഭീഷണികളും പാകിസ്ഥാൻ നടത്തി നോക്കിയെങ്കിലും, പ്രൊപ്പഗണ്ട ഇറക്കി നോക്കിയെങ്കിലും, അണുബോംബിനെക്കുറിച്ചും അണുബോംബ് ആക്രമണത്തെക്കുറിച്ചുമെല്ലാം പ്രൊപ്പഗണ്ടകൾ ഇറക്കുക മാത്രമാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഏക വഴി. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചൈനയുമായി ഒന്ന് സംസാരിക്കാൻ സാധിച്ചേക്കും. ചൈനയിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ എത്രത്തോളമാണെന്ന് നാം കണ്ടു തന്നെ അറിയണം. പാകിസ്ഥാൻ ഏരിയയിൽ, പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഏരിയയിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് ചൈന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവിടെയുള്ള ചൈനീസ് തൊഴിലാളികളെ, ചൈനീസ് ഉദ്യോഗസ്ഥരെ പോലും സംരക്ഷിക്കാനാകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. ഈ ഒരു സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതോടുകൂടി പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലേക്ക് വെള്ളം ലഭിക്കാതെ വരും. ഈ ഒരു പാകിസ്ഥാൻ്റെ ഭക്ഷ്യ കലവറയാണ് ഈ രണ്ട് പ്രവിശ്യകളും. ഇവിടെ നിന്നുള്ള ധാന്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് വന്നില്ല എങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ പട്ടിണിയിലായിരിക്കും. കാരണം എന്തെന്നാൽ മഴ ലഭ്യത കുറവുള്ള രാജ്യമാണ്, ജലലഭ്യത കുറവുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു നടപടി കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ചൈന, ആ പാകിസ്ഥാൻ എന്ന രാജ്യത്തുള്ള ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്താകും എന്നൊരു പേടി ആദ്യം കൂടി ചൈനയ്ക്ക് ഇനി വരാൻ പോകുന്നു. കാരണം ബലൂചിസ്ഥാനിൽ വളരെയധികം ക്രിട്ടിക്കലാണ് സിറ്റുവേഷൻ. പാകിസ്ഥാൻ്റെ കൺട്രോളിലല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം യഥാർത്ഥത്തിൽ 4 പ്രവിശ്യകളായി
ഭാഗങ്ങളായി 4 രാജ്യങ്ങളായി വിഭജിക്കപ്പെടാവുന്നതേ ഉള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ. അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കുള്ള യാത്രയ്ക്ക് ആക്കം കൂട്ടുകയാണ് ഈ ഒരു പഹൽഗ്രാം ഭീകരാക്രമണത്തോടു കൂടി പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. ഇന്നും പാകിസ്ഥാൻ ഇത് മനസ്സിലാക്കുന്നില്ല. കാരണം എന്തെന്നാൽ ഈ ഷിംല കരാറിൽ നിന്ന് പിന്മാറി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു. ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക പാകിസ്ഥാൻ തന്നെയായിരിക്കും. തങ്ങൾ അണ്വായുധ രാജ്യമാണ്, ഇന്ത്യക്കെതിരെ അണ്വായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നു. ഇന്ത്യയും അണ്വായുധ രാജ്യം തന്നെയാണ്. പാകിസ്ഥാൻ അണ്വായുധം പ്രയോഗിച്ചാൽ ഇന്ത്യ നോക്കിയിരിക്കുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ഈ ഒരു ലോക ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ തുടച്ചു നീക്കാൻ, ആ ഒരു ഭീകരവാദത്തെ തന്നെ തുടച്ചു നീക്കാൻ ഇന്ത്യക്ക് വളരെ അനായാസേന സാധിക്കും. പക്ഷേ ഇന്ത്യ വളരെ സമയമെടുത്ത് ചിന്തിച്ചു മാത്രമേ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. ഇന്ത്യക്ക് നൽകുന്ന ഓരോ പ്രഹരവും പാകിസ്ഥാന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇപ്പോൾ വളരെ വലിയൊരു അബദ്ധം കൂടി പാകിസ്ഥാൻ കാണിച്ചിരിക്കുന്നു. കോർട്ട് മുഴുവനായും ഇന്ത്യയുടെ കയ്യിലേക്ക് പാകിസ്ഥാൻ കൈമാറിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ പതനത്തിനുള്ള, പാകിസ്ഥാൻ്റെ എന്ന രാജ്യത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ അന്ത്യം കുറിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഭൂപ്രദേശമായ POKയിൽ നിന്ന് പാകിസ്ഥാനെ ആട്ടി ഓടിക്കാനും അവിടെ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ നിലക്കി നിർത്താനും അടിച്ചമർത്താനും ഇന്ത്യക്ക് സാധിക്കും. സാധിക്കട്ടെ. ജയ് ഹിന്ദ്.